ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റാഗി കുക്കീസ് ആണ്. കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തേക്കാനും വൈകിട്ട് 4 മണിക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. റാഗി കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിൽ 1/2 കപ്പ് റാഗി പൊടി ഇടുക. ഇത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച റാഗി പൊടിയാണ്. നിങ്ങൾക്ക് വാങ്ങിച്ച പൊടി ഉപയോഗിക്കാം. അതിലോട്ട് ഞാൻ 1/2 കപ്പ് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി, ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം, ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈർപ്പമില്ലാത്ത മിക്സിയിലാണ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ 100 ഗ്രാം വെണ്ണയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 50 ഗ്രാം ഇപ്പോൾ ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കാം. അതിനെ കുറച്ച് കുഞ്ഞായിട്ട് മുറിച്ചെടുക്കുക, എന്നാൽ നമുക്ക് വേഗം തന്നെ ഉടച്ചെടുക്കാൻ എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ 50 ഗ്രാം ബട്ടറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് സോൾട്ടഡ് ബട്ടറാണ്. ഇതിലോട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെണ്ണ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലാണ് ഉള്ളതെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക. ഇനി ഈ പഞ്ചസാരയും വെണ്ണയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പഞ്ചസാര അതിൽ മുഴുവനായിട്ട് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററോ ഹാൻഡ് മിക്സറോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ക്രീമായിട്ട് മാറണം. ഇനി ഇതിലോട്ട് അരിച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബാക്കി പകുതിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് എത്തേണ്ടത്. എന്നാൽ അതുപോലെ അത്ര ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന അത്ര ശക്തിയായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പോഴും ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ചേർക്കുകയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 50 ഗ്രാമിൻ്റെ പകുതി 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വേണം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാല്, കാച്ചി വെച്ച പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താൽ കുക്കീസ് വല്ലാണ്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും വലുതായി പോവും. വലുതായി പോവുകയാണെങ്കിൽ അടുത്തുള്ള കുക്കീസൊക്കെ ആയിട്ട് ഒട്ടി പിടിക്കും. അപ്പോൾ അറ്റ് എ ടൈം 2-3 കുക്കീസൊക്കെ ആ സമയം നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 75 ഗ്രാം ബട്ടറും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ക്രാക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. മാവിൻ്റെ മധുരം കറക്റ്റാണോ നോക്കുക. ഒരുപടി കൂടുതൽ ഇതൊക്കെയാണെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. ബേക്ക് ചെയ്ത് വരുമ്പോൾ മധുരം കുറയുകയുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ വെണ്ണ തടവിക്കുക. കയ്യിലും നമ്മൾ വെണ്ണ തേക്കാം. ഇനി ഒരു ഉരുള മാവ് എടുത്ത ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുന്ന സമയത്ത് വിള്ളലൊന്നും ഇല്ലയെന്ന് നോക്കുക. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നമുക്ക് മാവ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെണ്ണയോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. കുക്കറിൽ വെക്കേണ്ട പാത്രത്തിലാണ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ ഉരുളയും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി പ്രസ് ചെയ്ത് വെക്കാം. വെക്കുമ്പോഴത്തേക്കും ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട്. ഞാനിത് മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചോക്കോ ചിപ്പാണ്. ഞാൻ മിക്സഡ് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെയുള്ള മിക്സാണ്. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മാത്രമായിട്ടോ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അടുത്ത ബാച്ച് ഞാൻ ഓവനിൽ വെക്കാനുള്ള ട്രേയിലും കൂടെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഗ്രീസ് ചെയ്ത ട്രേ ആണ്. ഇനി കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ വിസിൽ വെക്കാൻ പാടില്ല. ഇതിനുള്ളിൽ റബ്ബറും ലിഡും മാറ്റണം. ഞാൻ 1 ഇഞ്ച് പൊടിയുപ്പ് ഇട്ടിട്ടുണ്ട്. പൊടിയുപ്പാണ്. അപ്പോൾ ഈ ഉപ്പ് നമുക്ക് വീണ്ടും ബേക്ക് ചെയ്യാം. ഞാൻ വീറ്റ് കേക്കിൽ ഉപയോഗിച്ച അതേ ഉപ്പ് തന്നെയാണ്. ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച ശേഷം ഹൈ ഹീറ്റിൽ ഒരു 7 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. വിസിലും ലിഡും ഇടരുത്. പ്രീ ഹീറ്റായ കുക്കറിലോട്ട് ഇനി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒന്ന് തുറക്കാം. തുറന്ന ശേഷം ഇതുപോലെയുള്ള സ്റ്റീൽ മെഷ് വെക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ബേക്കിംഗ് ട്രേയും കൂടെ വെക്കാം. ബേക്കിംഗ് പാത്രം കൂടെ വെച്ച് കൊടുക്കാം. ഇനി അടച്ച ശേഷം
ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ചൂട് മാറിയ ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ചൂട് മാറിയ ശേഷം ഇത് തനിയെ നമ്മളൊന്ന് എടുത്താൽ ഇളകിപ്പോരും. കുക്കീസിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവണം. സൈഡിൽ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഇനി അടുത്ത നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് മോർഫി റിച്ചാർഡ്സിൻ്റെ OTG ആണ്. അപ്പോൾ ഇതിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നത് മുകളിലത്തെയും താഴത്തെയും കോയിൽ ഓൺ ചെയ്ത് 10 മിനിറ്റ് ഇടുക 180 ഡിഗ്രിയിൽ. പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ബേക്ക് ചെയ്യേണ്ടതും 180 ഡിഗ്രിയിൽ ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴത്തെ കോയിൽ മാത്രമാണ് ഓൺ ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ ഓവനിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറായാലും ചെറിയ കുക്കറാണെങ്കിൽ കുറച്ച് സമയം മതിയാവും, വേഗം ബേക്ക് ചെയ്ത് കിട്ടും. ഞാൻ ഉപയോഗിച്ച കുക്കർ 7 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു. ഓവനിലെ കുക്കീസും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്